നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ വേസ്റ്റ് എടുത്ത് കളയുമ്പോൾ ഇവർ അയ്യോ എന്റെ ഡബ്ബ, എന്റെ തേയില ഇടാനുള്ള ഡബ്ബ. വി ആർ ലൈക്ക് തേയില ഇടാൻ ഒരു ഡബ്ബ പോലെ, തേയില ഇടാൻ മിൽക്കി മിസ്റ്റിന്റെ തീർന്ന 100 ഡബ്ബ എന്തിനാ? അമ്മൂമ്മയുടെ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വീട് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അതിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു നറേറ്റീവാണ് അവരുടെ വീട് പോലും അലങ്കോലമായിട്ട് കിടന്നിട്ട് ഒരു ജോലിക്കാരി പോലും ഇല്ല. ഒരു ദിവസം പോലും അമ്മൂമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ല. അവസാനം വന്ന വീട് എന്റെ അമ്മ അറേഞ്ച് ചെയ്ത് കൊടുത്ത വീട്. ആ വീട് അമ്മേനെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയ അവസാനം ഈ സ്ത്രീയുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പനെ മരിച്ച അപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങോട്ട് പോയി. അമ്മയും നമ്മുടെ അന്നുള്ള ഡ്രൈവറും എല്ലാവരും കൂടി ആദ്യം പോയാണ് ആ ഹോളെങ്കിലും ഒന്ന് നീറ്റാക്കിയത്. ഒരു സൈഡിൽ വൃത്തിപ്പെടാതെ, പക്ഷേ വീട് ക്ലട്ടർ. ഉപ്പന്റെ മരണവും ഈ ഫ്യൂണറലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ 4 പേരും പറഞ്ഞതാ, ദേവി ഇത് നമ്മളെ ഒന്ന് അനുവദിക്കും, നമ്മൾ ഈ വീട് വൃത്തിയാക്കി തരട്ടെ. കാരണം അന്ന് നമ്മൾ പറയുന്നത് എന്താ, ജൂണിൽ തന്നെയും പിള്ളേരും വരും, ആ ന്യൂ ബോൺ കൊച്ചിനെ ഇത്രയും അലമ്പ് പിടിച്ച പൊടി പിടിച്ച ഒരു വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ വൃത്തിയാക്കി തരാം, നമുക്കൊരു ഡീപ് ക്ലീനിങ് ആൾക്കാരെ വിളിച്ച് ഫുൾ വീട് വൃത്തിയാക്കാമെന്ന് നമ്മൾ പറഞ്ഞാണ്. പുള്ളിക്കാരി സമ്മതിച്ചില്ല. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ അമ്മൂമ്മയുടെ മിൽക്കി മിസ്റ്റിന്റെ പാട്ട പരാതിക്ക് പരിഹാരവുമായി നമ്മുടെ അഹാന, സെലിബ്രിറ്റി സിനിമാ നടി അഹാന വന്നപ്പോൾ ഉണ്ട്. അഹാനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അപ്പം നീണ്ട ഒരു വീഡിയോ ആണ്, അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്നും പറയുന്നില്ല. ആ വീഡിയോ ഞാനിവിടെ വെക്കുകയാണ്, നിങ്ങൾ അവസാനം വരെ കേൾക്കുക, കാണുക. എന്നിട്ട് അഹാന ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്, പിന്തുണയാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറിച്ച് എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനോടൊപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം ഒന്ന് പരിഗണിക്കുക. എന്തുകൊണ്ടോ നമ്മുടെ ചാനലൊന്ന് സ്ട്രക്കായി നിൽക്കുന്നത് പോലെ തോന്നുന്നു. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ചാനലുകളുണ്ട് അറിയാം, എന്നിരുന്നാൽ തന്നെയും നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് വിചാരിച്ചാൽ കരകയറ്റാൻ പറ്റും. അതിന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ തുറന്നു പറച്ചിലേക്കും അമ്മുമ്മയുടെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടിയും കേൾക്കാം. അത് സ്കിപ്പ് ചെയ്യല്ല, അവസാനം വരെ കേൾക്കണേ. ചില കാര്യങ്ങൾ ഐ ബിലീവ് ദാറ്റ് നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. പേഴ്സണലി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാനിത് എന്തിനെ പറ്റിയാണ് വന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു, വിച്ച് intentionally or unintentionally, I don't know, has created ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഫോർ us. ഓക്കെ, വല്ലവരും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണമെങ്കിൽ പോട്ടെ. ഇതിപ്പോൾ ചിലപ്പോൾ എന്നെ ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അവിടെ എന്ന് വിചാരിച്ചാൽ. പക്ഷേ ഇവിടെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇസ് മൈ മദർ ആൻഡ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ പേരൻസ്, എസ്പെഷ്യലി ഹെർ ഫാദർ, അബൌട്ട് ഹൂം ഷീ ഡീപ്ലി കെയർ ഫോർ. അപ്പം ആസ് ഡോട്ടേഴ്സ് ഓർ ആസ് ചിൽഡ്രൻ മേ ബി യു കെൻ റിലേറ്റ്. നിങ്ങളുടെ പാരന്റിനെ ഒരാൾ വന്ന് ഇങ്ങനെ പിച്ചുമ്പയും പറയുന്നതുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഫീലിംഗ് അല്ലായിരിക്കും. സോഷ്യൽ മീഡിയയിലോ പുറത്തോ ടാർഗറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് വന്ന് എന്താണ് സത്യം എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യാൻ ഒരാഴ്ച ഒരു മാസം പോലും വേണ്ട, ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം. ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ആക്ച്വലി വീഡിയോയിൽ ഇരിക്കാൻ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണല്ലോ. കാരണം അമ്മേനാണല്ലോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി. പക്ഷേ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ, ബിക്കോസ് ഇപ്പം എൻ്റെ കസിൻ തൻവി ഇപ്പം എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാലും മൈ മദർ ലൈക്ക് ഷീസ് ഗേൾ ഐവ് സീൻ ഫ്രം ദ ഡേ ഷി വാസ് ബോൺ. ഒരു കൊച്ചുകുട്ടി എന്തോ പിച്ചുമേ വന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ അത് പോട്ടെ, വിട്ട് കളയാം, സാരമില്ല. നാട്ടുകാർ എന്തായാലും 2 മാസം കൂടുമ്പോൾ അമ്മേനെ ഒരു വില്ലിയായിട്ട് ചിത്രീകരിച്ച് തെറിവിൽ പോട്ടെ, അറിയേണ്ട ആൾക്കാർ അറിയുന്നത്. ഐ വാസ് ലൈക്ക് ശരി, അമ്മ അത്ര ഒരു ബുദ്ധയാണെങ്കിൽ അമ്മ മാറിയിരുന്നു. എനിക്ക് പറ്റില്ല, എനിക്ക് ഈ നാട്ടുകാർ വന്ന് അമ്മ ഏതോ വില്ലിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ ഇനി കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ ഇസ് നെവർ ദ പ്ലേസ് to even discuss family dynamics. No family is perfect. എല്ലാ ഫാമിലീസിനുള്ളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, ആരെങ്കിലും ഒക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ വളച്ച് തിരിച്ച് ചിത്രീകരിച്ച് പുതിയൊരു സ്വയം ഓരോരുത്തർക്ക് കൺവീനിയൻറ്റ് ആകുന്ന ഒരു നറേറ്റീവിൽ വന്ന് പുറത്ത് ഇടേണ്ട സ്ഥലം, പുറത്തിടേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയുമല്ല. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ അങ്ങനെ ഒരു കാര്യം വന്ന് ചെയ്തതുകൊണ്ടാണ് ഈ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ തോട്ട് ഐ ഹാഡ് ടു കം ആൻഡ് ക്ലാരിഫൈ ഇറ്റ്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിസ്കഷൻ ഓൺ ദിസ് തിങ്. ഐ പുട്ട് ദിസ് വീഡിയോ കണ്ടവർ കാണുന്നു, 1 വീക്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു, വിയർ ഓവർ ഇറ്റ്. ഇനി എൻ്റെ കസിൻ വന്ന് വീണ്ടും കാര്യങ്ങൾ പറയുന്നു, അതുകൊണ്ട് ലെറ്റ് ഹർ ഡു ഇറ്റ്, പ്രോബ്ലി ഇറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. സോ കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ ഓരോ വിഷയമായിട്ട് ടച്ച് ചെയ്യാം. വൺ ഇസ് എൻ്റെ അമ്മുമ്മ. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി, ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പം മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോളോ ഔട്ട് സംഭവിച്ചതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പം മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മുമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ, ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി, ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോട് ഒരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരന്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലെ തൊട്ടേ അമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങളുണ്ടെന്ന് അങ്ങനത്തെ ഒരാളാണ്. നമുക്ക് കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക്. പക്ഷേ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മയല്ലേ പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ
നമുക്ക് കാണില്ല ഒരു ആഗ്രഹം ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ള ഒരു ടൈം ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡു തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളതുകൊണ്ടാണ് വി വർ കോൺസ്റ്റന്റ്ലി ഡൂയിങ് തിങ്സ് വിത്ത്. അല്ലാതെ അവർ ഇങ്ങോട്ട് എന്തെങ്കിലും തരുന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ള ഒരു നന്ദി പ്രകടനം ഒന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ള പാപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കും കുറച്ച് സാധനം, എൻ്റെ അഡൽട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവർ ഇങ്ങോട്ടൊന്നും തന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വി നെവർ വാണ്ടഡ് ഇറ്റ്. We were figuring out our life. We never thought that grandparents are the kind of people who will probably give you things. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ having said that, my grandfather was always a very good grandparent. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ somebody we miss, somebody who should not probably have left so soon. പക്ഷേ my grandmother was always a problematic person. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും. പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ച് പായി forgive ചെയ്ത് കളയും. അമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ട വീരം പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയല്ല, അതിപ്പോൾ നിനക്കങ്ങ് ക്ഷമിച്ച് വിട്ടു. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാകും, പോട്ടെ സാരമില്ല, പ്രായത്തിൻ്റെ ഇതിൽ പ്രാന്ത് കാണിച്ചിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് we taking them to so many countries. Even last December നമ്മൾ ദുബായ് പോയപ്പോൾ ഞാനും അമ്മയും പറയായിരുന്നു, ഞാൻ അമ്മ ചോദിക്കുന്നു അമ്മയ്ക്ക് ബുർജ് ഖലീഫ കാണണം ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഇവരൊരു പഞ്ചപാവെന്ന് വിചാരിച്ചിട്ടില്ല. ഇതിന് മുമ്പ് എത്രയെങ്കിലും അടികൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വിൽ ബി ലൈക്ക് സാരമില്ല പോട്ടെ. പക്ഷേ ഈ ഡിസംബറിന് മുമ്പാണ് ഈ മാസീവ് അടി നടക്കുന്നത്. അപ്പോൾ അമ്മ ഹാസ് ഓൾവേസ് ബീൻ എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹർ ബിക്കേം റിയലി ബാഡ്. അപ്പം വയ്യാതെ കഴിഞ്ഞു. അപ്പം ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം സെപ്റ്റംബറിൽ സർജറി കഴിഞ്ഞ ശേഷം ഹി ഓൾവേസ് നീഡഡ് ഹോം നഴ്സ്. അതില്ലാതെ അപ്പം പറ്റില്ലായിരുന്നു. കാരണം അപ്പം ഷുഗർ ഉള്ളത് ഡെയിലി 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കണം. അപ്പം ഒരുപാട് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പം നമ്മളോട് കള്ളം പറയും ഇൻസുലിൻ എടുത്തു. പക്ഷേ അപ്പം ഇൻസുലിൻ എടുത്തില്ല. അങ്ങനെ കുറേ ദിവസം ഹോം നഴ്സ് ഇല്ലാതെ അപ്പം ഇൻസുലിൻ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അപ്പം മറ്റേ ഷുഗർ ഡൗൺ ആയി കൊളാപ്സ് ആയി ബോധമില്ലാതെ എടുക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടും അവർ റിവൈവ് ചെയ്തെടുത്ത് അവർ പറയും ഇൻസുലിൻ ബോഡി കയറിയിട്ടില്ല എന്ന് പറയും. സോ അപ്പം ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്. ഹി നീഡഡ് ഹോം നഴ്സ്. അങ്ങനെയാണ് അപ്പൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയാണ് ലൈഫ് കെയർ സതീഷ് ഗൈഡ്. നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരി കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ്, ഒരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേര്, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഹോം നഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൻ്റെ കാര്യങ്ങൾ നോക്കി എടുക്കും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഹോം നഴ്സ് അമ്മേനെ എന്നെ വിളിച്ച് മെസ്സേജും വോയിസ് നോട്ട് അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അപ്പം പാവുക മാം, നമുക്ക് അപ്പനുമായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മൾ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. കാരണം നമുക്ക് ഒരാൾ ഇത്ര വയ്യാതിരിക്കുമ്പോൾ നമുക്കാണ് അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ അടുത്താണ് എന്തോ ബി പി പ്രശ്നം, അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനത്തെ മാരാരോഗമായിട്ടുള്ള ഒരു പ്രശ്നം ഒന്നുമില്ല. എപ്പോൾ എവറി ടൈം ഈ ഗോ ടു ചെക്കപ്പ് അമ്മയുടെ ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലും വലിയ രസം ഉണ്ടെങ്കിൽ ഒന്ന് ICU കിടക്കാമല്ലോ. നമ്മളെപ്പോഴും പറയാം അമ്മ പ്രാർത്ഥിച്ച് അപ്പം ICU ആയിരുന്നു, നമ്മളെപ്പോഴും കോമഡി പറയാറുണ്ടായിരുന്നു. അല്ലാതെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സ്പെസിഫിക് ഒരു ഇൽനെസ്സും ഈ പറഞ്ഞ കാലഘട്ടത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പൻ ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ വിശ്വാസം എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന, വി ആർ പേയിങ് ഫോർ ദ ഹോം നഴ്സ്, ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക? ഒരു നല്ല ഹോം നഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് ഹോം നഴ്സായിട്ട് നമ്മൾ കിട്ടുന്ന ആളായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സോ അമ്മ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അവസാനം എൻ്റെ അപ്പം വെച്ചിട്ടുള്ള വീഡിയോ കണ്ടറിയാം. ഞാൻ 29th of January 31st January ഞാനും അപ്പനും അവസാനം ട്രാവൽ ഫുഡ് കഴിക്കാൻ ഒരു ദിവസം പറയുന്നുണ്ട്. അന്ന് അപ്പനെ ട്രാവൽ ഫുഡ് കഴിക്കാൻ കൊണ്ട് അന്ന് ഞാനും ഉണ്ട്, അപ്പനുണ്ട്, അർജുനുണ്ട്, സതീഷ് എന്ന് പറയുന്ന ഹോം നഴ്സ് ഉണ്ട്. അന്ന് സതീഷ് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് സതീഷ് ആയിരുന്നു സെക്കൻഡ് ലാസ്റ്റ് ഹോം നഴ്സ്, 14ാമത്തെ കണ്ട ഹോം നഴ്സ്. ഞാൻ സതീഷിനെയും കൂടി ഒന്ന് സോപ്പിടാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ അപ്പനെ ട്രാവൽ ലഞ്ചിരിക്കും കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഈസിലി ടോൾ സതീഷോ കാശ് കൊടുത്തിട്ട് സതീഷ് പോയി കഴിച്ചിട്ട് വരുന്നു. പുള്ളിനെയും കൊണ്ടുപോയി അവിടെ ഇരുത്തി ഞാൻ ഫുഡും എല്ലാം മേടിച്ചു കൊടുത്ത ദൈവമേ, അവരൊരു ടൈപ്പ് ആണെങ്കിലും നമ്മൾ നല്ല ആൾക്കാരാണ്. ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, പ്ലീസ് അപ്പം വിട്ടിട്ട് പോലെ നിൽക്കണേന്ന് പുള്ളി വിചാരിച്ചോട്ടെ എന്ന് വെച്ചാണ് അന്ന് പുള്ളിക്കാരനെ കൊണ്ടുപോയി ഫുഡ് മേടിച്ച് എല്ലാം കൊടുത്ത് ഡെസേർട്ടും എന്തൊക്കെ മേടിച്ച് രാത്രി കഴിക്കാനുള്ള പാർസൽ മേടിച്ച് കൊടുത്തിട്ടാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. ഈ സതീഷ് 24 മണിക്കൂറിന് മുമ്പ് വിട്ടു. അയാൾ പോയി. അയാൾ മെസ്സേജ് അയച്ചു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഫോണിൽ അയാളുടെ 2 മിനിറ്റിൻ്റെ വോയിസ് നോട്ട് ഉണ്ട്. സെയിം സോറി മാഡം, പറ്റില്ല, ഈ ടോർച്ചർ സഹിക്കാൻ പറ്റില്ല എന്ന് അയാളുടെ വീട്ടുകാരെ വിളിച്ചു. അങ്ങനെ ഈ സതീഷ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോളൻസ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ നമ്മളൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പനെ ബെഡ്റൂം ഹോം നഴ്സ് ബാത്റൂമിൽ കൊണ്ടുവന്നതുകൊണ്ട് അപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പനെ ഹോളിൽ കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പം കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാകത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൻ്റെ ഹെൽത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മൾ അമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. Because we were concerned about my grandfather's health. We were always having fights with her. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഒരു ഹോം നഴ്സ് രാവിലെ എന്താ പേര് സഞ്ജുവോ, വൺ ഓഫ് ദ ഹോം നഴ്സ് അഭിനവ്, അപ്പൂപ്പൻ രാവിലെ ഈ ഹോം നഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മയെ ഞാനുമായിട്ട് അടിയായിട്ട് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എനിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. സോ ആർ വി നോട്ട് സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഹർ? വി കോൾഡ് ഹർ ആൻഡ് ബി ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾക്ക് അവരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാൻ ഒരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ് വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി വന്നു. അതിന് അപ്പനുമായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മയുടെ നല്ല ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള എനിക്ക് ഒരിക്കലും ഇതിൻ്റെ ഒക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മളുണ്ട്. പക്ഷേ ഇതെങ്ങനെ നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫ് ഒക്കെ എൻ്റെ മാത്രമല്ല എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ എവരിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻഡ് ടോൾഡ്. അൺഫോർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് അയച്ചത് നമ്മൾ വീണ്ടും കേട്ടു. Did she really say that or are we imagining it? Like how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം ബോഡി വി സപ്പോസ് ടു ഡു. അവരുടെ എന്താണ് വൈഫൈ ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്. അമ്മയാണ് ഇവിടുത്തെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിടു
വി ഓൾ കട്ട് റിലേഷൻ വിത്ത്. കാരണം ഇവ ലൈക്ക് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യണം? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമന്റ് ചെയ്യ്. ആരാണ് ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് വെരി കേൾക്കുന്നൊരു ഞെട്ടിപ്പോവും. ഭയങ്കര എൻ്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ എനിക്ക് ഒരു ഉൾപ്പില്ല. കാരണം നമ്മളെക്കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷൻ ആണല്ലോ പുള്ളിയുടെ. എനിക്ക് അത് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്കത് ഓൺലൈനിൽ ഇട്ടൊന്നും എനിക്ക് അതിനെ നാളെ മറ്റേ വാർത്തയിൽ വരുന്ന രീതിയിൽ എനിക്ക് ഇടാനൊന്നും ഒരു താല്പര്യമില്ല. സോ അന്ന് ആണ് വി കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് അസ്. മൈ മോം, സിസ്റ്റർ, ചിനിമ, ദിനങ്ങൾ, ഇവ ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷേ ദിസ് ഇസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ് ഡേ 31st October. അപ്പോൾ അതുകൊണ്ട് അമ്മുമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അമ്മുമ്മേനെ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല. അല്ലാതെ അപ്പൂപ്പ മരിച്ച ഉടനെ അമ്മുമ്മയിൽ നിന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോയ ആൾക്കാർ നോ. ആൻഡ് ഇതിൽ ഫൺ ഫാക്ട് ഇസ്, ഈ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. ലിസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് അമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സെയിം, ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, എന്താ പറയുന്ന രീതിയിൽ. സോ ഇവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ അതെടുത്ത് ഇടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹസ്. തനിക്ക് അത്ര കൺസേൺ അമ്മയുണ്ടെങ്കിൽ ബൈ കുടിൻ ഷീറ്റല്ല അമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം. പക്ഷേ നോട്ട് എവറിത്തിങ്. യുവർ ഏജ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തനിക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പുള്ളിക്കാരിട്ട് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുണ്ടായിരുന്നു. അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ പോട്ടെ എന്തെങ്കിലും അവിടെ വി കുഡ് ഹാവ് കെപ്റ്റ് ബേസിക് കോൺടാക്ട് വിത്ത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? ശരി, ഓക്കെ, ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരാൾ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, ഇപ്പം തനിക്ക് ശരി, ഷീ ഈസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റന്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children and all that. I really appreciate that. ഞാൻ എപ്പോഴും പറയുന്നു ഷീ വെരി സ്മാർട്ട്, അവിടെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യും. പക്ഷേ തന്നെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺറ്റന്റ് ഇട്ടതുകൊണ്ടായിരിക്കും തനിക്ക് തന്നിയുടേതായിട്ടുള്ള ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോൺറ്റന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് നമ്മളാണ്. തൻവിയുടെ ചാനലിൻ്റെ മറ്റേ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ റെഡി. തനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇതെല്ലാം ചെയ്ത് കൊടുത്തത് അശ്വിനാണ്. OC അശ്വിനും കൂടിയാണ് ചെയ്ത് കൊടുത്തത്. ആൻഡ് തൻവി ഇനിഷ്യലി OCയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം ഇപ്പോൾ നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിന് ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ, ഗുഡ് ഫോർ ഹർ. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തൻവി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ കോൺറ്റന്റ് ഒക്കെ എടുത്തിട്ട് ചാനലൊക്കെ ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് തനിക്ക് തന്നെ തെറ്റെന്നറിയാവുന്ന, ഫേക്ക് എന്നറിയാവുന്ന, ഫോൾസ് എന്നറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റ് ആയി വർക്ക്ഔട്ട് ആകാവുന്ന രീതിയിൽ എടുത്ത് ഇടാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇറ്റ്സ് ജസ്റ്റ് very upsetting and disappointing because she's not a random person. Whatever is the family dynamics or the issues we have between us, it's wrong. It's very wrong. So this is the one thing I wanted to say. അമ്മയായിട്ട് കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അമ്മയ്ക്കും അറിയാം, തൻവിക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെ ഒരു പെർഫോമൻസ് എന്തിനു ചെയ്യുന്നത് എനിക്കറിയില്ല. തൻവി ഇതിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന മെസ്സേജസ്, തൻവി അമ്മയെക്കുറിച്ച് അപ്പൂപ്പൻ ഏതോ ഒരു പ്രാവശ്യം ഷുഗർ ലോ ആയി ഹോസ്പിറ്റലിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തൻവി അയക്കുന്ന മെസ്സേജ് ഉണ്ട്. ഇഫ് നമുക്ക് എന്താണ് എവിടെ he's so peaceful. The 31st January Tanvi saying he's so peaceful when he's outside with you guys. ഞാൻ അപ്പൂപ്പനായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തു. എന്നിട്ട് അമ്മയുടെ കുറ്റം പറയുന്ന എത്രയോ മെസ്സേജസ്, മറ്റേ അപ്പൂപ്പനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീട്ടിലോട്ട് മാറ്റണം, ഹോം നേഴ്സ് പറയുന്ന അതേ ഡയലോഗ് തൻവി ഹെസ് സെഡ്. അപ്പം ഈ ഇഷ്യൂസ് എല്ലാം അറിയാമായിരുന്ന ഒരാൾ എന്നിട്ട് 12th February 2026 തൻവി അമ്മയ്ക്ക് ഒരു വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു. സെയിം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമ്മ വിളിച്ച് കാശ് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വി ഫെൽ വെരി ബാഡ്, കാരണം അവളെ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് തൻവി 12th February 2026 അന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ തൻവിയുടെ സൈഡിൽ നമ്മൾ പറയുന്നത് തൻവി യു ബോദർ അബൌട്ട് യുവർ ഹെൽത്ത്, മൈൻഡ് ചെയ്യേണ്ട, വിട്ട് കളഞ്ഞേക്ക്, അവർ ടെൻഷൻ ആയിരുന്നെങ്കിൽ ഫോൺ എടുക്കേണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ തൻവിയുടെ. അപ്പം ഇത്രയും അപ്പം ഹോസ്പിറ്റലായിരിക്കും തൻവി വരെ പറയുകയാണ് ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിൻ്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ചാറ്റ് സ്ക്രീൻഷോട്ട് ലൈക്ക് ഇറ്റ്സ് ഓൾ ദെയർ. അപ്പം എന്നിട്ട് വന്ന് ഇങ്ങനെ ഒരു നാരറ്റീവ് ബിൽഡ് ചെയ്യുന്നത്, I have no words. So അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിരുന്നു. ഇനി അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മേനെയോ തൻവിനെയോ ഒക്കെ നിങ്ങൾ കണ്ടുവന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മയുടെ തൻവി അമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അത് എന്തുകൊണ്ട് ഇനി മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ മനുഷ്യരുടെ കാര്യമാണ്, എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പാച്ചപ്പായി ശരിയാവുമെന്ന് അറിയുമ്പോൾ ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ദിസ് വാസ് വൺ തിങ് ഐ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട്. പിന്നെ അനദർ തിങ് വാസ് കുറച്ച് നാളായിട്ട് ആക്ച്വലി ഒരു 3 weeks ആയിട്ട് നമുക്ക് ചെറുതായിട്ട് മൈ കസിൻ ട്രൈങ് ടു ബിൽഡ് എ ഫോൾസ് നാരറ്റീവ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ തിങ്കിങ് ആ പോട്ടെ സാരമില്ല, ഇപ്പം ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗിവ് എ സ്ട്രക്ചർ ടു ഹർ കോണ്ടന്റ് ആൻഡ് ഇഫ് ദാറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ ആൻഡ് ഡസന്റ് അഫക്ട് എനിബഡി എൽസ് പോട്ടെ ആയിക്കോട്ടെ. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില പോസ്റ്റ് ആണെങ്കിൽ നമ്മളോട് പറയുന്ന റിയാലിറ്റിയും ഈ കാര്യങ്ങളും തമ്മിൽ ഒരു കണക്ട് ഇല്ല. പിന്നെ ഓക്കെ എല്ലാവരും റിയലിലുള്ളത് തന്നെ ആയിരിക്കണം സോഷ്യൽ മീഡിയയിൽ പുട്ട് ഔട്ട് ചെയ്യുന്നതില്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷേ 1 month ആയിട്ട് നമുക്ക് കുറച്ച് ഡൗട്ട്സ് ചില കാര്യങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ തിങ്കിങ് പോട്ടെ നാട്ടിലോട്ട് നല്ല മാതിരി പോട്ടെ സ്ഥലം. പക്ഷേ ദിസ് ഹോൾ നാരറ്റീവ് ഓഫ് അപ്പൂപ്പ മരിച്ച ശേഷം നമ്മൾ അമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നത് കൊണ്ട് അവിടെ കാനഡയിലുള്ള ഒരു വളരെ സക്സസ്ഫുൾ ലൈഫും കരിയറും ഒക്കെ കളഞ്ഞ് നാട്ടിലോട്ട് വരുന്ന ഒരു ഗ്രാൻഡ് ചൈൽഡ്. ഐ എം ഷുവർ ഇറ്റ്സ് എ ഗ്രേറ്റ് നാരറ്റീവ് ഫോർ കോണ്ടന്റ്. ദെയർസ് എ ലോട്ട് ഓഫ് സിമ്പത്തി വാല്യൂ, ദെയർസ് എ ലോട്ട് ഓഫ് വൗ മൊമെന്റ്സ് ഇൻ ഇറ്റ്.
ശരി അങ്ങനെ ഒരു നാരറ്റീവ് തനിക്ക് ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ട്വീക്സ് ചെയ്യണമായിരുന്നു. ഷീ കുഡ് സെഡ് ഓക്കെ അമ്മയുടെ കയ്യിലിരിപ്പ് കാരണം അമ്മേനെ ഇവരാരും ഇപ്പം തിരിഞ്ഞു നോക്കും, എല്ലാവരും കോൺടാക്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അമ്മ ഒരു വളരെ പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആയതുകൊണ്ട് അമ്മ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്. ബട്ട് അത് അമ്മയുടെ കയ്യിലിരിപ്പ് കാരണം അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റർണിറ്റി ലീവ് സമയത്ത് നാട്ടിൽ വന്ന് അമ്മയോട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും കയ്യടി ഉണ്ടല്ലോ. പക്ഷേ അവിടെ കയ്യടി മാത്രമാണ്, നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ ഇല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തരുന്നില്ല. ദാറ്റ് ഇസ് പ്രോബബ്ലി ദ നാരറ്റീവ് ഷീ ഷുഡ് ചോസൻ ഇഫ് അറ്റ് ഓൾ ഷീ wanted a narrative. I don't understand this narrative drama now because we like to keep things like how it is. പക്ഷേ anyways ഒരു നാരറ്റീവ് ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചൂസ് ചെയ്യണമായിരുന്നു. But that is so surprising for us. കാരണം ഈ ഏപ്രിലിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്കറിയാവുന്നിടത്തോളം ഇന്ത്യയിലോട്ട് വരാൻ ഡിസൈഡ് ചെയ്തതല്ല തൻവി. ഇൻഫാക്ട് സെപ്റ്റംബറിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി. സെപ്റ്റംബർ 2024 ഒക്ടോബറിലാണ് തന്നെ പോകുന്നത്. ഓസ്ട്രേലിയ കല്യാണം കഴിഞ്ഞ് അന്നേ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടിൽ വരും എന്നുള്ള രീതിയിലാണ് തന്നെ പോകുന്നത് തന്നെ. ആൻഡ് അപ്പം 100% ക്ലിയർ അല്ലായിരുന്നു. അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ പറ്റിയാൽ ഐ വോണ്ട് ടു കം ബാക്ക് എന്നുള്ള രീതിയിലാണ് തന്നെ പോകുന്നത്. കഴിഞ്ഞ വർഷം 25th May 2nd July 2025 ആ സമയത്തൊക്കെ വി ആർ വെയിറ്റിംഗ് തന്നെ ഉടനെ നാട്ടോട്ട് വരും. കാരണം ഞാൻ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ വരെ തന്നെ എടുത്തു. 2nd July 2025 തന്നെ പറയുന്നുണ്ട് ഹോപ്പ്ഫുള്ളി മൈ ഡിവോഴ്സ് ഇസ് ഗോണ ബി ഡൺ ബൈ ജൂലൈ, പിന്നെ വിത്തിൻ എ മന്ത് ഐ കൻ ഗെറ്റ് ലിയാൻസ് ഇന്ത്യൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ആൻഡ് കം. അപ്പോൾ നമ്മൾ റിപ്ലൈ ചെയ്യാം വാവ് ഗുഡ് ന്യൂസ് അങ്ങനെയൊക്കെ. അപ്പം അന്ന് തൊട്ടേ തൻവി നാട്ടിൽ വരാൻ വേണ്ടിയാണ് ഇരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ദേ ഗോട്ട് ബാക്ക് ആൻഡ് ദെൻ തൻവി പ്രഗ്നൻ്റ് ആവുന്നത്. എന്നിട്ട് പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് എന്നായിരുന്നു 31st January ചാറ്റിൽ Tanvi has actually said when she's pregnant, she's saying hopefully I can come and sort as much. നമ്മൾ അമ്മൂമ്മ torture ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ Tanvi പറയുന്നത് hopefully I can come and sort as much as I can during my leave. I just have to wait till I get my kids passport before I come. This is 31st January. അപ്പം Tanvi pregnant ആയി അതിന് മുമ്പ് കഴിഞ്ഞ വർഷം എപ്പോഴും വരുന്നതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്കൂളിൽ ആ സമയത്ത് അഡ്മിഷൻ എടുത്തത്. pregnant ആയി കഴിഞ്ഞപ്പോൾ she said delivery is going to be in April or May. അത് കഴിഞ്ഞ് 1 month കഴിഞ്ഞ് വരും. So കഴിഞ്ഞൊരു 1 year ആയിട്ട് we are all under the assumption that 2026 June or July ആകുമ്പോൾ Tanvi വരും. We are all very excited. കാരണം like to meet Lian and everybody. കാരണം we are so attached to Lian. We love Lian. അപ്പം നമ്മൾ അങ്ങനെ ഇപ്പം അമ്മയുടെ ഒക്കെ പണ്ടത്തെ വീഡിയോസ് വന്നിട്ട് എനിക്ക് ഞാൻ അപ്പം മരിച്ചു കഴിഞ്ഞ ശേഷം ഞാനിട്ട് വീഡിയോ ഒക്കെ പോയി കണ്ടാലും അതിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ തന്നെ പറയാറുണ്ടായിരുന്നു കഷ്ടമായി പോയി തൻവി ജൂണിൽ വരാനിരുന്നതല്ലേ, മറ്റേ അപ്പൻ ഒരു 3-4 മാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പന് തൻവിയുടെ കുട്ടിയെ കാണുന്നതാണ്. അപ്പോൾ എപ്പോഴും എന്തോ അമ്മയോട് പറയാറുണ്ടായിരുന്നു തൻവിയുടെ കൊച്ചിന് ബേബിക്ക് പുതിയ ബാബയ്ക്ക് ഡയമണ്ട് കമ്മൽ വാങ്ങിച്ചു കൊടുക്കണം, അച്ഛൻ ഓമിയെ നെഞ്ചി കിടത്തുന്ന പോലെ അപ്പൻ ആ ബേബിനെ എടുത്ത് കിടത്തണം, കഷ്ടമായി പോയല്ലോ, ലൈക്ക് ഇവിടെ റിയലി എൻജോയ്ഡ്. അപ്പം Tanvi was the plan as far as we knew was always that she was coming down in June. പെട്ടെന്ന് അതെങ്ങനെയാണ് അപ്പം മരിച്ചു കഴിഞ്ഞ് നമ്മൾ ആരും അമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതായപ്പോൾ അവിടെയുള്ളതെല്ലാം she was always telling us that she's not happy with her life. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് അതേ പറഞ്ഞാൽ എനിക്കറിയില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. See, if she's an angel, good for her. അതൊന്നും അല്ല പ്രശ്നം. പക്ഷേ ഈ ഇല്ലാത്തൊരു നറേറ്റീവ്, ഇല്ലാത്തൊരു ടൈം ലൈൻ എനിക്കറിയില്ല എങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്. Does Tanvi not know that എത്രയോ കാര്യങ്ങൾ we would never talk on call, എപ്പോഴും നമ്മൾ ഫോൺ മെസ്സേജ് അങ്ങനെയാണ് ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്. ഇതൊക്കെ ഈ കുട്ടി എന്താ ഓർക്കാത്ത ഇങ്ങനെ വന്ന് ഇപ്പോൾ ഡയറക്ട്ലി Tanvi എന്താ പറയുക നമ്മൾ അങ്ങനെ ചെയ്തില്ലെന്നൊന്നും Tanviയുടെ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പറഞ്ഞും പറയാതെയും നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി തരാനുള്ള എല്ലാം ആ വീഡിയോയിലുണ്ട്. വിച്ച് ഇസ് ദ റീസൺ വൈ there was so many bad comments under that video. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് Tanvi വന്നിട്ട് ഒരു കമന്റ് പോസ്റ്റ് ചെയ്തു അതിൻ്റെ താഴെ ജെറ്റ് ലാഗ് കാരണം ജെറ്റ് ലാഗ് ആക്ച്വലി മേ ബി ഷീസ് ഇൻ ജെറ്റ് ലാഗ്. പക്ഷേ ടു ആർ അണ്ടർസ്റ്റാൻഡിംഗ് ഷീ റീച്ച്ഡ് ഓൺ ദ 19th which is about 10 days ago. ഇപ്പോഴും എന്ത് ജെറ്റ് ലാഗ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ഓക്കെ മേ ബി കാനഡയിൽ നിന്ന് വന്നുകൊണ്ട് ജെറ്റ് ലാഗ് ഉണ്ടാകുമായിരിക്കും. ജെറ്റ് ലാഗ് കാരണം ഓർക്ക് എണീറ്റപ്പോഴാണ് സിന്തോമയ്ക്കും എൻ്റെ കസിൻസിനും നെഗറ്റിവിറ്റി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടില്ല. പിന്നെ Tanvi അമ്മയുടെ വീഡിയോ കോൾ ഇട്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. വെൻ ഷീ ക്ലിയർലി നോസ് ദ റിയാലിറ്റി ആൻഡ് ദ ട്രൂത്ത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ, അവരാണ് ബാക്കി ഇങ്ങനെ ഒരു എക്സ്പ്ലനേറ്ററി കമന്റ് ഇട്ടു. അതിൻ്റെ താഴെ ഒരുപാട് പേര് Tanviയെ ബാഷ് ചെയ്ത് ദേവർ പുട്ടിംഗ് കമന്റ്സ് ദാറ്റ് ദിസ് ഇസ് സോ റോങ്. കാരണം ഇങ്ങനെ Tanvi ഇതിന് ഓരോ സമയം ഓരോരുത്തരുടെ കുറ്റം പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് Tanvi യോജിയുടെ കുറ്റം പറഞ്ഞു, ദിസ് ഇസ് വെരി റോങ് ഓഫ് യു Tanvi, ഹാഫ് ബേക്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇടുമ്പോൾ അതും ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളിപ്പം ഇത്രയും ആൾക്കാർ നമ്മളെ അറിയാം. അപ്പോൾ നമുക്ക് നാച്ചുറലി എന്ത് ആവശ്യമില്ലാത്തൊരു ബാക്ക്ലാഷ് ആണ് അവിടെ വരാൻ പോകുന്നത്. അങ്ങനത്തെ കുറേ കമന്റ്സ് വന്നു. അപ്പോൾ Tanvi ആ കമന്റ്സ് ഇന്ന് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് കറക്റ്റ്ലി നമുക്ക് ഇതിന് മുമ്പത്തെ പെർഫോമൻസ് ആണ് നമ്മളിതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. ഈ കമന്റ്സ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ Tanviയുടെ ഈ കമന്റിന്റെ താഴെ എന്തായാലും Tanviക്ക് ബാക്ക്ലാഷ് വരും. കാരണം അത് ഞാൻ തോന്നുന്നു വന്നുകൊണ്ടിരുന്നത്. ആ കമന്റ് ഡിലീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ Tanvi കമന്റ്സ് തന്നെ ടേൺ ഓഫ് ചെയ്തു. So all this was like very shady. കാരണം ആ വീഡിയോയിൽ ആദ്യം പറയുന്നുണ്ട് Tanviയാണ് ഹോം നഴ്സിനെ പേ ചെയ്തത്, പിന്നെ പറയുന്നുണ്ട് Tanvi അല്ല ഹോം നഴ്സിനെ പേ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഹാഫ് ബേക്ഡ് ആയിട്ട് പിന്നെ അത് മതിയല്ലോ ആൾക്കാർക്ക് ഒരു കഥ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട്. I'm sure Tanvi doesn't even know ഹോം നഴ്സിന് നമ്മൾ ഒരു മാസം എത്ര രൂപ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഹോം നഴ്സ് ഏജൻസി തന്നെ അറിയാമോ? ഇവിടെ എത്ര ഹോം നഴ്സ് വന്നിട്ടുണ്ട്, വന്ന 20 അല്ലെങ്കിൽ 15 ഹോം നഴ്സ് 5 പേരുടെ പേരെങ്കിലും തന്നെ അറിയാമോ? വെറുതെ ഇതെന്ന് പറയാൻ വേണ്ടി എന്തൊക്കെയോ പറയുവാണ്. We know what all we were doing and how much my mother was spending and how exhausted she would become. ഞാൻ 1-2 ദിവസം അപ്പൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ അമ്മ ഇവിടെ ഇല്ലാത്ത ദിവസം പോയി വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആളായിരുന്നു നമ്മളൊക്കെ ചെയ്യും. പക്ഷേ അത് എൻ്റെ നമ്മളൊന്ന് തളർന്നു പോകും. ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ്, പിന്നെ വേറെ ചെക്കപ്പ്, പിന്നെ 1 മണിക്കൂർ എന്തെങ്കിലും മരുന്ന് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ എൻഡോസ്കോപ്പി പോലത്തെ ചെക്കപ്പ് ചെയ്യാൻ. എന്നിട്ട് അത് കഴിഞ്ഞ് ടീക്കിംഗ് ചെയ്യണം. അത് ഹോസ്പിറ്റലിൽ എന്നിട്ട് അപ്പം മരുന്നുകളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഓരോ ഹോം നഴ്സ് വരുമ്പോൾ അപ്പം ഒരു 15 മരുന്നുണ്ട്. ഈ കഥ മൊത്തം നമ്മൾ ഈ ഹോം നഴ്സിനെ പഠിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് 1-2 ദിവസം ഞാൻ തന്നെ അത് എൻ്റെ നമ്മളെ എക്സോസ്റ്റഡ് ആയി പോകും. നമുക്ക് ലൈഫിൽ വേറെ ഒന്നും ആ ദിവസം ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ 2 ദിവസം കണ്ടോ പോയിട്ടുള്ളത്. അമ്മ ഒരു 500 ദിവസം അപ്പൻ്റെ കൂടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. ലിറ്ററലി അമ്മ ഒരു അമ്മയുടെ തിരക്ക് ബിസി ഡേ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കോൾ വരുന്നത് അപ്പൻ്റെ ഒരു അസുഖം അങ്ങനെ വീണ്ടും പോകും. അപ്പം കൂടെ നിന്ന് ഇത്രയും ഒരാൾ ചെയ്ത് കൊടുത്തിട്ടിരിക്കും. അത് അമ്മ അപ്പന് വേണ്ടി ചെയ്ത് കൊടുത്ത പോലെ ഈ ലോകത്താരും ചെയ്ത് കൊടുത്തില്ല. കാരണം സിംഗിൾ ഹാൻഡിലി ആയി കാരണം ഓക്കെ അമ്മ എനിക്ക് നാച്ചുറലി അവിടെ ദൈവം ഓൾസോ സെൻഡ് ദെയർ ഷെയർ ഓഫ് മണി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഫിസിക്കലി ഡൂയിങ് ദീസ് തിങ്സ് എന്ന് പറയുന്നത് ഇസ് എ ടീരിയസ് ജോബ്. എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് മൈ മദർ കോൺസ്റ്റന്റ്ലി ഷെയർ ദീസ് തിങ്സ് ഇൻ ഹർ വ്ലോഗ്സ് ആൻഡ് Tanvi ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ആൾക്കാർ അസ്യൂം ചെയ്തെടുത്താണ് ദാറ്റ് ഷീ ഈസ് ബീൻ ദ ഓൺലി വൺ സ്പെൻഡിങ്. അപ്പോൾ കുറേ ആൾക്കാർ തമ്മിലുണ്ട് സിന്ധു ആൻഡ് Tanvi ദേ ആർ ബ്ലഡി റിച്ച് ടീംസ്. എന്നിട്ട് പോലും വയസ്സായ അച്ഛനെ എന്നെ തിരിഞ്ഞു നോക്കില്ല. എനിക്കൊന്നും പറയാനില്ല. ഇപ്പം Tanvi പറയുന്നത് തന്നെയാണ് അവർ അപ്പം പറയുന്നത് നീ ഇല്ലാതെ ആരാ മക്കളെ നമ്മൾ നോക്കാനുള്ളത്. ഇപ്പോൾ ഒരു മാസം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെയ്ഡ്, ഒരു ഹോം നഴ്സ്, ബാക്കി അല്ലാത്ത വീട്ടിൽ അല്ലറ ചില്ലറ പച്ചക്കറി എക്സ്ട്രാ ആണെങ്കിൽ ഒരു മെയ്ഡ്, ഒരു ഹോം നഴ്സ്, ബാക്കി അല്ലാത്ത വീട്ടിൽ അല്ലറ ചില്ലറ പച്ചക്കറി എക്സ്ട്രാ ചിലവെല്ലാം കൂടി വരുമ്പോൾ ഒരു 50,000 രൂപ മിനിമം വേണ്ടേ. Tanvi എല്ലാ മാസം അമ്മയ്ക്ക് 50,000 രൂപ എങ്കിലും ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് പുട്ട് ഔട്ട് പ്രൂഫ് ആൻഡ് ലൈക്ക് ഷോ ഇറ്റ്.
ആസ് ഫാർ എസ് വി നോ അമ്മ തന്നെ വിളിച്ച് നല്ല ഡോസ് കൊടുക്കും, തന്നെ കാശാക്കി അമ്മ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തന്നെ കാനഡയിൽ പോകാൻ എത്രയോ ലാക്സ് പലരും കൊടുത്തതിന് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തേ നീഡ് മണി ഇറ്റ് തൻവീസ് റെസ്പോൺസിബിലിറ്റി ടു ബി സെൻഡിങ് സംതിങ്. അപ്പോൾ തന്നെ പറ്റുന്ന മാസങ്ങളിൽ തന്നെ പറ്റുന്ന പോലെ എന്തെങ്കിലും കൊടുക്കും. അത് മോസ്റ്റ്ലി അമ്മയുടെ പോക്കറ്റ് മണിയായിട്ടാണ് ഇട്ടുള്ളത്. അല്ലാതെ അപ്പൂപ്പൻ്റെ മരുന്ന്, അപ്പൂപ്പൻ്റെ ഹോം നഴ്സ്, അവർ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നവരെ എൻ്റെ അമ്മയായിരുന്നു. പിന്നെ ട്രൈ ടു മേക്ക് നാരറ്റീവ്സ് ലൈക്ക് അവിടെ ഇരുന്ന ഒരാളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ നമ്മളെല്ലാവരും തിരിഞ്ഞു പോലും നോക്കാനില്ല. അപ്പൂപ്പന് സെപ്റ്റംബറിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാനഡയിൽ ഇരുന്ന് എല്ലാം നോക്കുന്ന തന്നെ അന്ന് അപ്പൂപ്പൻ ചെയ്ത സർജറി എന്താണെന്ന് അറിയാമോ? അപ്പൂപ്പൻ ഏത് ബോഡി പാർട്ടിൽ എന്ത് പ്രൊസീജിയറാണ് എക്സാക്ട്ലി ചെയ്തതെന്ന് അറിയാമോ? ഐ മീൻ ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടർ ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ എന്തെങ്കിലും അറിയാമോ? കാരണം ഒരിക്കൽ പോലും എന്നോടൊന്നും വന്ന് ചോദിച്ചിട്ട് പോലും ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അമ്മയുടെ എന്തായാലും ചോദിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് മൈ ഗ്രാൻഡ്മദർ ഡെഫിനിറ്റ്ലി ഡസന്റ് നോ വാട്ട് ഈസ് അപ്പോൾ നെഞ്ചിലായിരുന്നു പ്രശ്നം, ബ്രെയിനിലായിരുന്നു പ്രശ്നം ഒന്നും അമ്മയ്ക്ക് അറിയില്ല. അപ്പം തന്നെ ഒരിക്കൽ പോലും വന്ന് ചോദിച്ചിട്ട് പോലും ഇല്ലല്ലോ. എനിക്ക് എൻ്റെ ഉറക്കത്തിൽ ചോദിച്ചവർ ഐ കൻ ടെൽ യു പുള്ളിയുടെ ഏത് പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഏത് ആർട്ടറിയിൽ എന്ത് സർജറിയാണ് പെർഫോം ചെയ്യുന്നത് ലൈക്ക് ഡോക്ടർ ഐ കൻ ടെൽ യു. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ വി വർ ഓൾ ഇൻവെസ്റ്റഡ് ഇൻ ഹിസ് ബിഗ് ആൻഡ് സ്മോൾ ഡിസയേഴ്സ്. ലൈക്ക് അപ്പോൾ അത് പല്ല് മാറ്റി വെക്കണമെന്നുണ്ട്. ഇവിടെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു ഒരു നല്ലൊരു എമൗണ്ട് ആകും ഇഫ് വി കീപ്പിംഗ് ദ ഹൈസ്റ്റ് ക്വാളിറ്റി തിങ്. കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ ഓപ്ഷൻ ഇത് ഇപ്പോഴാണ്. അപ്പോൾ മരിക്കുന്നതിന് ഒരു 2-3 മാസം കണ്ട് മുമ്പ് ഹി വാസ് സോ സിക്ക്. നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാമല്ലോ എന്തായാലും ഇത്രയും വയ്യാതായിരിക്കുന്ന ഒരാളല്ലേ, ഇപ്പോൾ ഇത്രയും വില കൂടിയ ഒരു സാധനം പല്ലിൽ വെക്കേണ്ട ആവശ്യം എന്താണ്? ബട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല ചിന്തിച്ചത്. വി ഓൺലി തോട്ട് ദാറ്റ് അയ്യോ ലൈക്ക് വാട്ട് എവർ ഹി വാണ്ട്സ് വി ഷുഡ് ജസ്റ്റ് ഡു. കാരണം ലൈക്ക് ഒരാൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നുന്നത് അയ്യോ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തില്ലല്ലോ എന്ന്. അപ്പം ഇതുപോലെ അമ്മ ഒരു സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് മേടിക്കും. അമ്മ അത് ആദ്യമായിട്ട് കഴിച്ചു ദിവസം ഞാൻ എൻ്റെ പഴയ വീഡിയോ പറഞ്ഞു. അമ്മ പറഞ്ഞു അപ്പൂപ്പന് ഇഷ്ടപ്പെടും. അന്ന് അപ്പോൾ മരിച്ച ദിവസം അന്ന് വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഈ ചിപ്സും കഴിച്ചു. അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും. സോ വി വർ സോ കൺസേൺഡ് ആൻഡ് ബോതേർഡ് അബൌട്ട് ഹിസ് ബിഗ് സ്മോൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ദാറ്റ് വെൻ ഒരാൾ വന്ന് ഹാഫ് ബേക്ഡ് ആയിട്ട് ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി ചില കാര്യങ്ങൾ പറയുന്നത് കയറി പിടിച്ച് when we see the world talking about എനിക്ക് നോക്കുമ്പോൾ മൈ മദർ സ്റ്റിൽ ഗ്രീവിംഗ് ഫ്രം ദ ഡെത്ത് ഓഫ് ഹർ ഫാദർ. ഞാൻ ഇവിടെ വായിച്ചു എന്താണ് സിന്ധു കൃഷ്ണയും കുടുംബവും അമ്മയുമായുള്ള എല്ലാ ഫോട്ടോസും റിമൂവ് ചെയ്തു. എവിടെ നിന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അമ്മയായിട്ട് നമ്മൾ എത്ര ഫോട്ടോ ഇട്ടിട്ടുള്ളത്? 5-6 പോസ്റ്റ് വർഷങ്ങളിലുണ്ടോ? അതൊക്കെ അവിടെ തന്നെയുണ്ട്. ഇത് എവിടെ നിന്ന് റിമൂവ് എന്ത് ബേസിലാണ് പറയുന്നത്? പിന്നെ സിന്ധു കൃഷ്ണ ഫാദേഴ്സ് ഡേക്ക് ഒന്നും പോസ്റ്റ് ചെയ്തില്ല. അതിന് പോസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് എന്തുവാ ഫാദേഴ്സ് ഡേക്ക് പോസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും അവാർഡ് കൊടുക്കുന്നത്? ഇത് എന്തൊക്കെയാണ്? ഇറ്റ്സ് സോ ഹിലേറിയസ്. So yeah, I mean when people question her sincerity as a daughter and it's just too much to just sit back and be like oh silence is the greatest weapon. പിന്നെ വേറൊരു ഇത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷേ ഐ അൺഫോർച്ചുനേറ്റ്ലി നോട്ടീസ് ദ തൻവി പലപ്പോഴും ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫ് അപ്പോൾ ഏതാളെ കുറ്റം പറഞ്ഞാൽ നമുക്കൊരു കൈയ്യടി കിട്ടാമെന്നുള്ളത് ഇത് പറഞ്ഞിട്ട് തൻവിയുടെ ലൈഫിൽ കണക്ഷനുള്ള ഓരോരുത്തരും ഓരോ സ്റ്റേജിൽ വന്ന് മോശം പറഞ്ഞ് അവരെ പറ്റി ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കും. വി സീൻ ദിസ് ബിഫോർ ആൻഡ് വി ഓഫൻ വണ്ടർഡ് സീ തൻവിയുടെ അമ്മ എൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ തന്നെയായിട്ട് പലപ്പോഴും അടിയുണ്ടായിട്ടുള്ള ഒരു കാര്യം ബിക്കോസ് വി വുഡ് ടെൽ ദിസ് ഇസ് റിയലി റോങ് തൻവി. ലൈക്ക് ഒരു എന്താ പറയുക ട്രൈങ് ടു പെയിന്റ് എ പേഴ്സൺ എസ് സച്ച് എ ബാഡ് പേഴ്സൺ വെൻ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഈവൻ തന്നെ നോസ് ഇഫ് തിങ്സ് ആർ എ സർട്ടൻ വേ ദർ ആർ മെനി പീപ്പിൾ ഇൻവോൾവ്. അല്ലാതെ സിനിമ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തി സിനിമ ഒരു വില്ലിയാണ്, മറ്റേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു കല്യാണം കഴിച്ച് മൂവ് ഓൺ ആയി പോയി ഒരു വില്ലി. ഓഫ് കോഴ്സ് നോട്ട്. വാട്ട് നോൺസെൻസ്. മൈ മദർ സിസ്റ്റർ ലൈക്ക് സിനിമ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തൊട്ടേ ഞാനാണ് ഐ എം സോ അറ്റാച്ച്ഡ് ടു ഹർ. ഷീ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ആദ്യത്തെ പുള്ളിക്കാരുടെ മാരേജ് വർക്കൗട്ട് അല്ലെങ്കിൽ വെൻ ഡു ടു പീപ്പിൾ ഗോ ഫോർ എ ഡിവോഴ്സ് വെൻ ദർ ഇസ് സം പ്രോബ്ലം ഇൻ ദ മാരേജ്. ഇവിടെ ഹൂ വാസ് ദ പ്രോബ്ലം ഇൻ ദ മാരേജ് ആൻഡ് വാട്ട് വാസ് ദ പ്രോബ്ലം എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഐ വോണ്ട് ടു റെസ്പെക്ട് whoever was the problem or whatever. My cinema was definitely not the problem. There was issues in their marriage and divorce ആയി കുറച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദീനങ്കിൾ എന്ന് പറയുന്ന നല്ലൊരാൾ came into her life and she moved on. അപ്പോൾ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയി അവർ മൂവ് ഓൺ ആയിക്കൂടെ, അവർ മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിതത്തിൽ മൂവ് ഫോർവേഡ് ആയിക്കൂടെ. ആൻഡ് ദീനങ്കിൾ ഇസ് ദ നൈസസ്റ്റ് ഹ്യൂമൻ ബീങ് ഇൻ ദ ഹോൾ വേൾഡ്. സോ മച്ച് ദാറ്റ് നമ്മൾ എല്ലാവരുടെയും കൊച്ചിലത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾ ദീനങ്കിളിനെ പോലെ ഒരാളായിരിക്കണം. ബിക്കോസ് ഇത്രയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരാളെ നമ്മൾ കണ്ടിട്ടില്ല. ചിന്നമ്മ മൂവ് ഓൺ ആയതുകൊണ്ട് ഷീ ഈസ് ഏബിൾ ടു ലീഡ് എ ഹാപ്പി ലൈഫ് ആൻഡ് ദർ ആർ പ്രോബ്ലംസ് ഇൻ ചിന്നമ്മ ആൻഡ് തൻവീസ് റിലേഷൻഷിപ്പ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ചിന്നമ്മ അബാൻഡൻ ഹർ ഡോട്ടർ. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല ബിക്കോസ് ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് ഫോർ ഇറ്റ്. പക്ഷേ വരുത്തി തീർക്കാൻ നോക്കുന്ന പോലെ ചിന്നമ്മ ഒരു വില്ലിയല്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ അതിൽ പലരുടെയും ഫോൾട്ട് ഉണ്ട്, പല സർക്കംസ്റ്റൻഷ്യൽ തിങ്സ് ഉണ്ട്. ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദർ. അല്ലാതെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻഡ് മൈ ചിന്നമ്മ ഇസ് നോട്ട് ദ കൈൻഡ് ഓഫ് പേഴ്സൺ സംബഡി ഹസ് മേഡ് ഹർ ലുക്ക് ലൈക്ക്. ദാറ്റ്സ് ഓൾ ഐ കൻ സേ. ഇറ്റ്സ് അപ് ടു യു ടു ബിലീവ് ഇറ്റ്. സോ അതുപോലെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് മോശം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് ഒരു ദിവസം നമ്മളെ കുറിച്ച്, കാരണം നമ്മളാകുമ്പോൾ ഇറ്റ്സ് ദ ബെസ്റ്റ് ടാർഗറ്റ് ബിക്കോസ് അതിന് കിട്ടാൻ പോകുന്ന ഒരു റീച്ച് ഓഫ് യു ആൻഡ് ഓൾ ഇസ് എക്സലന്റ് റൈറ്റ്. അത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. So these were predominantly the two things which I wanted to sort of address. One as to why we are not in touch with them. അമ്മയുടെ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തന്നെ അവർ പറഞ്ഞത് വീട് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അതിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് ഒരു നറേറ്റീവാണ് പാവം അവരുടെ വീട് പോലും അലങ്കോലമായിട്ട് കിടന്നിട്ട് ഒരു ജോലിക്കാരി പോലും ഇല്ല അവിടെ. ഒരു ദിവസം പോലും അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ല. ദർ ഓൾവേസ് ബിൻ എ മെയ്ഡ്. അവസാനം വന്ന മെയ്ഡ് എൻ്റെ അമ്മ അറേഞ്ച് ചെയ്ത് കൊടുത്ത മെയ്ഡ്. ആ മെയ്ഡ് അമ്മേനെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയ അവസാനം ഈ സ്ത്രീയായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അമ്മയ്ക്ക് വൃത്തിപ്രാന്തുണ്ട്, പക്ഷേ ഷീസ് ലൈക്ക് ഈ എല്ലാം സാധനങ്ങൾ കൂട്ടി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. അതായത് അമ്മയുടെ അടുക്കളയിൽ പോയാൽ ഐ എം നോട്ട് കിഡിങ് ഒരു മിനിമം ഒരു 150 മിൽക്കി മിസ്റ്റിൻ്റെ തീർന്ന ഡബ്ബ കിട്ടും. മുരളിയ പാലിൻ്റെ ഒരു 75 കുപ്പി കിട്ടും. അപ്പോൾ മരിച്ച ദിവസങ്ങളിൽ ഇവരുടെ വീട്ടാണ് നമ്മൾ ടെക്നിക്കലി ടോക്കിംഗ് ടേംസിലല്ല, പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോട്ടെ എന്ന് പറഞ്ഞ് ഇവരോട് ടോക്കിംഗ് ഞാനും അമ്മയും ചിന്നമ്മയും ദീനങ്ങളും ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞാണ് അലവസ് ടു ക്ലീൻ ദിസ് ഹൗസ്. കാരണം അത്ര അപ്പൂപ്പനെ മരിച്ച അപ്പൂപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങോട്ട് പോയി. അമ്മയും നമ്മുടെ അന്നുള്ള ഡ്രൈവറും എല്ലാവരും കൂടി ആദ്യം പോയാണ് ഹോളെങ്കിലും ഒന്ന് നീറ്റാക്കിയത്. കാരണം അങ്ങനെയാണ് അമ്മ ആ വീടിനെ ആക്കിയിരുന്നത്. ഒരു സൈഡിൽ വൃത്തിപ്പിരാന്ത്, പക്ഷേ വീട് ക്ലട്ടർ. ആൻഡ് അപ്പൂപ്പൻ്റെ മരണവും ഈ ഫ്യൂണലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ നാലുപേരും പറഞ്ഞത് ദേവി ഇത് നമ്മളൊന്ന് അനുവദിക്കും, നമ്മൾ വീട് വൃത്തിയാക്കി തരട്ടെ. കാരണം അന്ന് നമ്മൾ പറയുന്നത് എന്താ, ജൂണിൽ തന്നെയും പിള്ളേരും വരും. ആ ന്യൂ ബോൺ കൊച്ചിനെ ഇത്രയും അലമ്പ് പിടിച്ച പൊടി പിടിച്ചൊരു വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ വൃത്തിയാക്കി തരാം. നമുക്ക് കുറച്ച് കാർട്ടൺ ബോക്സ് മേടിച്ച് വെച്ച് ഈ കുപ്പ സാധനങ്ങളെല്ലാം നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് നമുക്കൊരു ഡീപ് ക്ലീനിങ് ആൾക്കാർ വിളിച്ച് ഫുൾ വീട് വൃത്തിയാക്കാമെന്ന് നമ്മൾ പറഞ്ഞാണ്. ഇത് ഞാൻ കള്ളം പറയുവാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചുള്ളൂ. ബട്ട് ഐ സ്വെയർ അപ്പോൺ മൈ ഡിസയർ ടു ബി എ ഗ്രേറ്റ് ആക്ടർ വിച്ച് യു ഓൾ നോ ഇസ് വെരി ട്രൂ. ഐ സ്വെയർ അപ്പോൺ ദാറ്റ് ആൻഡ് സേ പുള്ളിക്കാരി സമ്മതിച്ചില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വേസ്റ്റ് എടുത്ത് അയ്യോ എൻ്റെ ഡബ്ബ, എൻ്റെ തേയിലിടാനുള്ള ഡബ്ബ. വീട്ടിലെ തേയിലിടാൻ ഒരു ഡബ്ബ പോലെ, തേയിലിടാൻ മിൽക്കി മിസ്റ്റിൻ്റെ തീർന്ന് 100 ഡബ്ബ എന്തിനാ? We try to clean her house. She didn't allow us. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഈ വീടിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ what can we do?
ഇഫ് ദ പേഴ്സൺ ലിവിംഗ് ഇൻ ദ ഹൗസ് ഇസ് ദ റീസൺ ഫോർ ദിസ് മെസ്, ഒരു മെയ്ഡിനെ പോലും അവിടെ സമാധാനമായിട്ട് അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് ഇങ്ങനെ മറ്റേ ബാക്കിയുള്ളവരെ ബന്ധുക്കളെ വന്ന് കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ദീസ് വർ ദ 2 things I wanted to address. പിന്നെ അമ്മ അപ്പം മരിക്കുന്നത് ആക്ച്വലി ഒരു 2 weeks മുമ്പ് ഒരു അമ്മയുടെ മെയിൻ ഹോബി തന്നെ അപ്പം അമ്മ തന്നെ അവിടെ CCTV വെച്ചിട്ട് മേക്ക് ഷുവർ ദേ ഓക്കെ. കാരണം ഈ ഇഷ്യൂ നടന്ന പിന്നെ ഒക്ടോബർ കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് പോയിട്ടില്ല, ഇവരുടെ വീട്ടിലോട്ട് പോയിട്ടില്ല. കാരണം ഈ ലേഡി ആയിട്ട് ഇഷ്യൂ നടക്കുമ്പോൾ ബട്ട് എവറി ഡേ അപ്പം കം ടു ഹൗസ്, സോ ഇറ്റ് ഫൈൻ. കാരണം എന്നും അപ്പം ഓൾമോസ്റ്റ് എന്നും ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇന്ന് ഡ്രൈവർ പോയി പിക്കും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. അമ്മ ഷീ യൂസ് ടു ബി സോ പാരനോയിഡ് അബൌട്ട് ദാറ്റ്. അമ്മ ഇരുന്ന് CCTV നോക്കിക്കൊണ്ടിരിക്കും, ഓക്കെയാണോ 2 ആഴ്ച മുമ്പ് വരെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം നമ്മളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു ഭാഗ്യം തന്നി ജൂണി വരുന്നു പറഞ്ഞിട്ടുള്ളത് നന്നായി. കാരണം ഇപ്പം നമുക്ക് അമ്മയായിട്ട് ഇഷ്യൂസ് ഉള്ളൂ, നമുക്ക് എപ്പോഴും വീട്ടിൽ പോകാൻ പറ്റില്ല. സോ തന്നി വന്ന വീട്ടിൽ ആളുണ്ടാവും. അല്ലെങ്കിൽ യൂസ് തിങ്ക് തന്നി വന്നു കഴിഞ്ഞാൽ പിന്നെ മേ ബി ഹോം നഴ്സിനോടൊന്നും ഇത്ര മോശമായിട്ടൊന്നും പെരുമാറത്തില്ലായിരിക്കും. ബിക്കോസ് ദർ ഇസ് സംബഡി ടു ടോക്ക് ആൻഡ് മേക്ക് പീസ്, റൈറ്റ്? എന്നിട്ട് ലൈക്ക് ആൾക്കാർ ഇങ്ങനെ അമ്മയെക്കുറിച്ച് മോശം തന്നെയല്ലോ. സത്യം പറഞ്ഞാൽ ഈവൻ ദോ ഹർ ഫാദർ പാസ്ഡ് അവേ, ദാറ്റ്സ് എക്സ്ട്രീംലി അൺഫോർച്ചുനേറ്റ്. ഇപ്പോഴാണ് അമ്മ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നത് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഷീ ഈസ് കോൺസ്റ്റന്റ്ലി വറിഡ്. കാരണം ഏതൊരു സമയത്ത് ഒരു കോൾ വന്നാലും നമ്മൾ ഫസ്റ്റ് അയ്യോ അപ്പം എന്തെങ്കിലും പറ്റിയോ എന്ന ആ ഒരു ഫിയറിലാണ് നമ്മൾ. അമ്മ എപ്പോഴും രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടും ചില ദിവസങ്ങൾ വൈകുന്നേരം വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടും ഷീ വാസ് ഡൂയിങ് ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് അമ്മയുടെ വയസ്സ് 25 അല്ല, അമ്മയുടെ വയസ്സ് എത്ര 54. ഷീ യൂസ് ടു ഗെറ്റ് സോ എക്സോസ്റ്റഡ്, നോട്ട് ജസ്റ്റ് ഇമോഷണലി ഈവൻ ഫിനാൻഷ്യലി. കാരണം ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാം ഹോസ്പിറ്റൽ ചിലവുകളെ പറ്റി. അപ്പം അങ്ങനെയാണ് അമ്മ എക്സോസ്റ്റഡ് ആയിക്കൊണ്ടത്. അമ്മ രാവിലെ എണീക്കുമ്പോൾ കാർ ചാർട്ടിംഗ് പ്ലാൻ ചെയ്യും. ഡ്രൈവർ ഹൻസിക്കാനെ പിക്ക് ചെയ്ത് കോളേജിൽ കൊണ്ട് വിട്ട് ഉടനെ പോയി അപ്പനെ വിളിച്ച് കൊണ്ടുവന്ന് അമ്മയുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ ഷീ ആയിട്ട് മൂവ് അറൗണ്ട് ടു മേക്ക് വേ ഫോർ അപ്പൻ തിങ്സ്. അങ്ങനെ അത്രയ്ക്കാണ് അമ്മ അപ്പന് വേണ്ടി ഓടി നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്ക് ആൾക്കാർ വന്ന് ക്വസ്റ്റൻ ചെയ്യുമ്പോൾ എനിവേസ് പിന്നെ ഫൈനൽ തിങ് ഐ വാണ്ട് ടു ഞാൻ വന്നിരുന്ന് പറയുന്നത് പോലും ഇപ്പോൾ ആരെങ്കിലും ഇത് കേട്ട് ഉടനെ നമുക്ക് കൈയെടുത്ത് അങ്ങനെയൊന്നും ഇറ്റ്സ് മോർ ഓവർ ലൈക്ക് മോസ്റ്റ്ലി ലൈക്ക് ഇത് പറയുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ലൈക്ക് ബിക്കോസ് ഇങ്ങനെ ആൾക്കാർ കള്ളം പറഞ്ഞു ലൈക്ക് വാട്ട് ഇസ് ദിസ്? നമ്മളിങ്ങനെ സിനിമയിലും സീരിയലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ കളയുന്നത്. സോ ഫോർ മൈ ഓൺ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഡിസ്പൈറ്റ് മൈ ഡാഡ് നോട്ട് വാണ്ടിങ് മീ ടു കം ആൻഡ് ഡു ദിസ്, ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് ഫോർ മൈ ഓൺ സാറ്റിസ്ഫാക്ഷൻ. ലൈക്ക് ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇറ്റ്സ് സച്ച് എ പത്തറ്റിക് സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ദാറ്റ് ഒരാൾ മറ്റൊരാളെ പറ്റി മറ്റൊരു ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു മോശം വന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളിപ്പോൾ അവർ സക്സസ്ഫുൾ ആണ്, അവർ പോപ്പുലർ ആണ്, അതുകൂടിയാണെങ്കിൽ പറയണ്ട. ഒരു സാധനം കിട്ടിയാലുടനെ കേട്ട പാടെ കേൾക്കാത്ത പാടെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ ചാടി വീണ് ജഡ്ജ് ചെയ്ത് റിവീൽ തുടങ്ങുക. അതൊരു അസുഖമാണ്, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഒരാളെ കുറിച്ചൊരു കാര്യം ഒരു 5 മിനിറ്റ് ഇരുന്നൊന്ന് ചിന്തിക്കുക, ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ആവുന്നുണ്ടോ, അവർക്ക് ഒരു സൈഡ് ഒരു നോർമൽ റാഷണൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ എല്ലാവരും ചിന്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദർ ഇസ് സച്ച് എ ബിഗ് വോക്കൽ ക്രൗഡ് ഓൺ സോഷ്യൽ മീഡിയ ഹു ഇസ് സോ ക്വിക്ക് ടു ജഡ്ജ് ആൻഡ് ദെൻ മോശം കമൻസ് ഇടുന്നു, തെറി വിളിക്കുന്നു, ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഗ്രൂപ്പ് അറൈസ് വിച്ച് ഇസ് റിയാക്ഷൻ വീഡിയോസ്. ഓൾ റിയാക്ഷൻ വീഡിയോസ് അതൊക്കെ ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഈ റിയാക്ട് ചെയ്യുന്ന ടോപ്പിക്സിന് ഒരു ബേസ് ഒന്ന് ക്ഷമിച്ചേരെ, അമ്മുമ്മ അല്ലയോ 6-60 ഒരുപോലെ ആണെന്നല്ലയോ പറയില്ല. അതേപോലെ അമ്മുമ്മയോടൊന്ന് ക്ഷമിച്ച് കളാം നിങ്ങൾ. എന്തായാലും അമ്മുമ്മയ്ക്ക് അങ്ങനെയൊക്കെയാണ്. ഇനി അവർ പ്രായം ചെന്നൊരു വ്യക്തിയല്ലേ, അവരെ ഒന്ന് പരിഗണിക്കുക നിങ്ങൾ. എന്തായാലും സെലിബ്രിറ്റി കുടുംബത്തിൽ നടന്ന വിഷയമായതുകൊണ്ട് ഇവരെല്ലാം സോഷ്യൽ മീഡിയ പറയുന്നത് കൊണ്ട് നമ്മളെടുത്ത് വെച്ച് ചെയ്തതേ ഉള്ളൂ. അമ്മുമ്മയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇതിനകത്ത് ഇട്ടേപ്പുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത് ഒന്നും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായി തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പം വീണ്ടും കാണാം. താങ്ക്